ഇന്നത്തെ ഓമത്തിലുള്ള വെള്ളിയുടെ രൂപം ഇവിടെ പല ടൈപ്പിലുള്ളതുണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. ഏതാ വേണ്ടേ? ഒരു സെക്കൻഡ്. അതിലേറ്റവും ചെറുത്. ഓക്കെ ഓക്കെ, ഇതെടുത്തോ. പിന്നെ തിരുമേനയുടെ വാട്സപ്പ് ഡി പിയിലുള്ള ആ ചൈനക്കാരൻ ഏതാ? ചൈനക്കാരനോ? അതൊരു കൊറിയൻ സിംഗറാ. ഓ അത് ശരി. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ആള് മാറിപ്പോയെന്ന്. അപ്പൊ ശരി. ഓക്കെ. ശരി. ഹലോ, പ്രഭേന്ദു അല്ലേ? ഞാൻ ശ്രീകുട്ടൻ, രൂപേഷേട്ടൻ്റെ പരികർമ്മയായിരുന്നു. 12 വർഷങ്ങൾക്ക് മുന്നേ ഇല്ലത്തുനിന്ന് പൂണൂലും വലിച്ചെറിഞ്ഞിറങ്ങി ഗിറ്റാർ വായിച്ച് നടക്കുന്ന ഒരു കസിനെ കുറിച്ച് രൂപേഷേട്ടൻ പറയാറുണ്ട്. നമ്മളാണല്ലത്. പോരാത്തതിന് നിരീശ്വരവാദിയും. ശിവ ശിവ, ആരും അറിയണ്ട. അതുകൊണ്ട് കാശ് കുറച്ച് കൂടുതൽ വാങ്ങിച്ചാലെന്താ? ഞാൻ കൂടെ ഉള്ള തന്നെയാണ് തനിക്ക് നല്ലത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുമേനി എന്നോട് പൊറുക്കണം. ഒന്നേ ചേച്ചിയാണോ ഈ പ്രഭേന്ദു? ചേച്ചിയാണോ ഈ പ്രഭേന്ദു എന്ന്? അല്ല, എൻ്റെ ആ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. ഇങ്ങനേക്ക് ഈ കയ്യിലോട്ടാ. അതിനെന്ത്? പോയി പ്രഭേന്ദു ചേച്ചിനെ വിളിച്ചോട്ടാ, ഞാൻ നേരിട്ട് കൈ കൊടുത്തോളാം. ചേച്ചി അല്ല, ചേട്ടൻ. ചേട്ടനാ? ആ, എന്നാ പോയി ചേട്ടനെ വിളിച്ചിട്ട് വരിക. ഞാൻ ഇത് നോക്കിക്കോളാം. കാക്കൊത്താതെ നിക്ക്. ഇന്ദുട്ടിക്ക് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. എനിക്കെന്ത് വരാ? ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. അഡ്രസ്സ് മാറിപ്പോയതായിരിക്കും. പ്രഭേന്ദു എൻ നമ്പൂതിരി, മുല്ലശ്ശേരി മന. അത് താങ്കൾ തന്നെയാണോ? ആ സാധനം പിടിച്ചു. എടോ, ഇനി തൻ്റെ ആപ്പ് എൻ്റെ മൊബൈൽ ഉണ്ടല്ലേ? ഒരു OTP വരുമെന്ന് പറഞ്ഞുതരും. 620 620 409. 409. ഓക്കെ. എടോ, ഇതിൻ്റെ പേയ്മെൻറ്റോ? അതൊക്കെ കിട്ടി. പേയ്മെൻറ്റ് മെത്തേഡ് ക്രെഡിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് അതിന് ഞാൻ എൻ്റെ അകത്ത് ആഡ്. അതുകൊണ്ടല്ലേ? എടോ, ഇതെന്തോ മിസ്റ്റേക്കാണ്. ഇത് റിട്ടേൺ ചെയ്തോ? ഇതെനിക്കാരും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നീ കമ്പനിയിൽ നിന്ന് റിട്ടേൺ ടോക്കൺ വരണം. 2 ദിവസം എടുക്കും. എടോ, സത്യം ഞാൻ ഓർഡർ ചെയ്തല്ല. സാറിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആലോചിച്ച് സമയമെടുത്ത് കസ്റ്റമർ കെയറെ വിളിച്ച് പറഞ്ഞാൽ മതി. അവരതിനാണല്ലോ അവിടെ ഇരിക്കുന്നത്. എന്താ ഫോണില് കുറേ നേരം ആയല്ലോ. ഞാനേ ഇതിനകത്ത് ആവശ്യമില്ലാത്ത ആപ്പൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുക വലിയ. വാട്സപ്പിലെ ഫോട്ടോ മാറുന്നു, ഇല്ലാത്ത ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തുണികളൊക്കെ ഓർഡർ ചെയ്യുന്നു. എല്ലാം ചൈനീസ് ആപ്പായിരിക്കും. കാശും പോയോ? പോയി. റീഫണ്ട് കൊടുത്തിട്ടുണ്ട്, കിട്ടുമായിരിക്കും.
ഞാൻ പോയിട്ട് പിന്നെ വരാം. ബൈ. എന്ത് പറ്റി ഇന്നലെ ഇവിടെ കിടക്കാൻ പെട്ടെന്നൊരു സ്നേഹം? ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, ഞെട്ടിപ്പോയി. ഒരു പെൺകുട്ടി എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക, ഒരു സുന്ദരി പെൺകുട്ടി. അത് കല്യാണപ്രായം കഴിച്ച ബാച്ചിലേഴ്സ് സ്ഥിരം കാണുന്നതല്ലേ. ഈ പ്രായത്തിൽ ഞാൻ പോലും കാണുന്നു, പിന്നെ ഇതല്ലെന്നേ. ശബ്ദവും കേട്ടു ക്ലിയറായിട്ട്. പോയിട്ട് പിന്നെ വരാന്ന് പറഞ്ഞു. 300 വർഷം പഴക്കമുള്ള മനയല്ലേ, പലതും കണ്ടെന്ന് വരും. ഷേ, തൊട്ടടുത്ത് ഇത്രയും കാലം ഞാൻ ഫുൾ ടൈം അവൈലബിൾ ആയിരുന്നിട്ടും ഒന്നിനും അവിടെ വരെ ഒന്നും വരാൻ തോന്നിയില്ലല്ലോ. ഏയ്, ഇത് മോഡേൺ. പേടിപ്പിക്കലൊന്നുമില്ല, ചുമ്മാ അങ്ങനെ ഇരിക്കുക മൊബൈലൊക്കെ നോക്കി. ഇനി കണ്ട നീ അങ്ങോട്ട് പറഞ്ഞ് വിട്ടേക്ക്, എനിക്കും ഒരു കൂട്ടാവൂല്ലോ. ആ പോളിനെ വിളിച്ച് ഒരു ഓട്ടോ പറഞ്ഞേക്കാൻ പറ. എനിക്ക് 10 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. ആ, ഹായ്, ഗുഡ് മോർണിംഗ്. പ്ലീസ് കവിൻ വരുന്നേ. കുട്ടൂസിനേൽ ആൻഡ്രോയിഡ് ആയിരുന്നേ. ആൻഡ്രോയിഡ് എനിക്ക് തീരെ അങ്ങ് കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ പ്രഭയുടെ ഐഫോൺ ആയത് സച്ച് എ റിലീഫ്. ഏത് കുട്ടൂസ്? അന്ന് പൂജ ചെയ്തില്ലേ, എന്തായിരുന്നു പേര്? മറ്റേ അവിനാഷ്. ഗോഷ്, യു സച്ച് എ ക്യൂട്ടി. പക്ഷെ എന്നാ പേടിയാ. പേടിയെന്ന് വെച്ചാൽ മുഖത്ത് ഒരു നോക്കത്തില്ല. ഇപ്പൊ ഒരാൾ മുഖത്ത് നോക്കിയില്ലെങ്കിൽ നമ്മളെങ്ങനെയാ സംസാരിക്കുന്നത്. പക്ഷെ പ്രഭ നല്ല ബ്രേവ്. യു ഹവ് ഗുഡ് ഐ കോണ്ടാക്ട്. ഐ ലൈക്ക് ഇറ്റ്. 10 on 10. പിന്നെ ഇന്നലെ പേടിച്ചത് ഇസ് ടോട്ടലി അണ്ടർസ്റ്റാൻഡബിൾ. ആരായാലും പേടിച്ചു, ഫസ്റ്റ് ടൈം അല്ലേ. പ്രഭയെന്ന് വിളിക്കാമല്ലോ അല്ലേ? ഓ, അല്ല, ചാറ്റ്സിലെ ഫ്രണ്ട്സ് പ്രഭയെന്ന് വിളിക്കുന്ന കണ്ടിട്ട്. ഓൾസോ ഇറ്റ്സ് സച്ച് എൻ ഇൻട്രസ്റ്റിംഗ് നെയിം, പ്രഭേന്ദു. സൂപ്പർ സ്വീറ്റ്. ഐ ലൈക്ക് ഇറ്റ്. എനിക്കിഷ്ടമായി. എന്തോ ഓട്ടോ 11 മണിക്ക് മതി. ഇപ്പോഴാണ് നോട്ടീസ് വായിച്ചത്. ഓ, ആ, ഫോൺ എടുത്തു. എനിക്ക് നീ രാത്രി മതി.